സൂറത്തു കഹഫിൽ മൂസാ അലൈഹിസ്സലാമയും ഖളിർ അലൈഹിസ്സലാമയും ഒന്നിച്ചു നടത്തുന്ന യാത്രയിലെ ഒരു രംഗത്ത് ഒരു ഗ്രാമത്തിൽ അവരെത്തിച്ചേർന്ന് അവിടെ പൊളിഞ്ഞു വീണ ഒരു മതിൽ ശരിയാക്കുന്ന ഖളിർ അലൈഹിസ്സലാം അതിന് മുന്നിട്ടിറങ്ങുന്ന മൂസാ അലൈഹിസ്സലാം നമുക്കൊരിറ്റ് വെള്ളം തരാത്ത ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒരു സേവനം എന്ന് ചോദിക്കുന്ന ഒരു രംഗം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ വകാന തഹ്തഹു കൻസുൽ ലഹുമ, ആ മതിലിനടിയിൽ അനാഥരായ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കെൻസ് ഉണ്ടായിരുന്നു, ഒരു നിധി ഉണ്ടായിരുന്നു എന്നത് വിശദീകരിക്കുന്നിടത്ത് ആ കെൻസ് എന്താണ് എന്ന് പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അവിടെ ഒരു സ്വർണത്തിന്റെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അജബ്തു ലിൽ മൂഖിൻ ബിർരിസ്ഖ് കൈഫ യതഅബ്. ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ശരിയായ വിശ്വാസം പുലർത്തുന്ന ഒരു അടിമയുടെ കാര്യത്തിൽ അത്ഭുതമാണ്. അവനവന്റെ റിസ്ഖിനെ സംബന്ധിച്ച് ഒരിക്കലും എങ്ങനെയാണ് അവനൊരു ഒരു മാനസികമായിട്ടൊരു അസ്വസ്ഥതയും വിഷമവും അനുഭവിക്കുക. എനിക്ക് തിന്നാനുള്ളത് ഉണ്ടാകും, എനിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാകും, ഞാൻ കുടുങ്ങൂല, ഞാൻ സാമ്പത്തികമായിട്ട് പെട്ടുപോകൂല എന്ന് തന്നെയാണ് അവൻ വിശ്വസിക്കേണ്ടത്. അജബ്തു ലിൽ മൂഖിൻ ബിൽ ഹിസാബ് കൈഫ യഗ്ഫുൽ. അന്ത്യദിനത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ, അയാൾ എങ്ങനെയാണ് 100% ബോധ്യമുള്ള ഒരാൾ, അയാൾ എങ്ങനെയാണ് യഗ്ഫൽ, അയാൾ അശ്രദ്ധനാവുക. അജബ്തു ലിൽ മൂഖിൻ ബിൽ മൗത്ത് കൈഫ യഫ്റഹ്. മരണത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ, അയാൾ എങ്ങനെയാണ് ആർത്തട്ടഹസിച്ച് ആഹ്ലാദിച്ച് നടക്കുക എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളെയാണ് ഈ വാചകങ്ങളിൽ നമ്മൾ കാണുന്നത്. റിസ്ക് തരുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ എനിക്ക് എന്റെ കുടുംബത്തിന് ഉള്ള അന്നം ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇടപാടുകളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ജീവിതത്തിലും ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കണം എന്ന ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ബോധ്യമുണ്ടായി പോകുന്ന ഒരാൾ അയാളുടെ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമായിരിക്കും നടത്തുന്നത് എന്നാണ്. ഇങ്ങനത്തെ ഒരു നിലപാടിന് പകരം പലപ്പോഴും നമ്മുടെ സാമൂഹിക പരിസരത്ത്, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പല ദുരന്തങ്ങളും പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുറങ്ങാൻ കഴിയാത്ത മനുഷ്യർ ഉണ്ടാവുകയാണ്. അവര് ഡെഡ് ബോഡി കുഴിച്ചെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പൊറുക്കിയെടുക്കാൻ ഇറങ്ങിയത് കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ എനിക്കും സംഭവിക്കോ, എന്റെ നാട്ടിലും പ്രളയം ഉണ്ടാകോ, ആകെ പ്രശ്നമാകോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഫാഷിസം ഇവിടെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെയും അത് ബാധിക്കുമോ? ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വന്തം ബെഡ്റൂമിലും ജീവിതത്തിലും ഒരു അസ്വസ്ഥതയായി, വേദനയായി, ഉറങ്ങാൻ കഴിയാത്ത രാവുകളിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് ഇത്രയൊക്കെ ആയിട്ടും പടച്ചോൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇനി ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കണില്ല, എനിക്ക് ഇത്രയൊക്കെ മതി, അങ്ങനെ ചിന്തിക്കുന്നവരെയും നമുക്ക് കാണാം. എല്ലാം പക്വതയോടുകൂടെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒക്കെ പടച്ചോൻ തരുന്നതാണ്. ആ തരുന്നതിലൊക്കെ ഞാൻ എടുക്കേണ്ടതെടുത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളു പോകണം. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പരീക്ഷണ ഇടമാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിൽ പറഞ്ഞു, വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ തമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറദ് ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഒരു തരം മനുഷ്യരുണ്ട്, അവരൊരു അറ്റത്ത് നിന്ന് ഇങ്ങനെ ആരാധിക്കുകയാണ് ചെയ്യുക. അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോ അവർ പള്ളിന്റെയും ദീനിന്റെയും ഒക്കെ ആളുകളായിരിക്കും, അവർ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് അപ്രതീക്ഷിതമായൊരു ദുരന്തവും ദുരിതവും വരുമ്പോഴോ അവരെല്ലാറ്റിനെയും നിഷേധിച്ച്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണല്ലോ ആയത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ എത്ര ആളുണ്ട്, വെള്ളടിച്ചെടുക്കുന്ന എത്ര ആളുണ്ട്, കൊലപാതകം നടത്തിയ എത്ര ആളുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന യുദ്ധ മുതലാളിമാരില്ലേ, ആയുധപ്പുരകൾക്ക് കാവലിരുന്ന് അതുകൊണ്ട്
നാടിനെ അന്നമൂട്ടുന്ന ഭരണാധികാരികളില്ലേ, ആ ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലണവരില്ലേ, ഓർക്കൊന്നും എന്താ വരാത്തത് എന്നൊക്കെ ചിന്തിച്ച് വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ദുന്യാവും പോയി പരലോകവും പോയി എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂക്കിനും ബിൽ ഇജാബ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടെയാണ് ഒരാൾ ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചാൽ എനിക്ക് പൂർണ്ണമായ ഉത്തരം കിട്ടും. ആ മൂക്കിനും ബിൽ ഇജാബയാണോ നമ്മൾ? അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുന്നവരാണോ നമ്മൾ? കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, ഒരു കാലം വരും, സയത്തി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും. ആ കാലത്തിന്റെ പ്രത്യേകത, അന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക കദുആഇൽ ഗരീഖ്, മുങ്ങി മരിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ മനസാന്നിധ്യത്തോടെ അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടുന്ന വ്യക്തിക്കായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പഠിച്ചവനെ സഹായിക്കണമെന്നൊന്നും പറഞ്ഞ ഉത്തരം കിട്ടാത്തൊരു കാലം വരാനുണ്ട് എന്നാണ്. അത് ആവർത്തിക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും എന്നത് നമുക്ക് പലപ്പോഴും സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞാൽ അത് മെഡിക്കലി സാധ്യമാണോ, അതല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് സാധ്യമാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ നാളെ രാവിലെ 8 മണിക്ക് പിന്നെ അമേരിക്കയിലാണ് എത്തേണ്ടതെന്ന് പടച്ചോനെ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില ചരിത്രങ്ങളുണ്ട്, അല്ലെ? അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഞാൻ സൂറത്ത് കഹ്ഫിലെ കാര്യം പറഞ്ഞല്ലോ. 2 സദ്വൃത്തരായ മനുഷ്യർ, ഒരു ഭാര്യ ഒരു ഭർത്താവും, അവര് അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു നിധികുംഭം ഒരുക്കുകയാണ്. മക്കൾ വളർന്നു വരുമ്പോ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരതവിടെ കുഴിച്ചിടുകയാണ്. ചെറിയ മക്കളാണ്, അവർ രോഗികളാണ്, അവർക്ക് പ്രയാസമുണ്ട്, അവർ മരണപ്പെട്ടുപോയി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംരക്ഷിച്ചത് എങ്ങനെ നോക്കൂ നിങ്ങൾ. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. സത്വൃത്തരായിരുന്നു അവർ നല്ല ജീവിതം നയിച്ച ആളുകളായതുകൊണ്ടും അവർ നന്നായി റബ്ബിനോട് പറഞ്ഞതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും എന്ത് ചെയ്തു? പൊളിഞ്ഞു വീണ് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ആ മതിലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രവാചകന്മാരെ വിട്ട് പുനർനിർമ്മിച്ച് അവരുടെ വലുതാകുന്ന സമയം വരെ അതിന് സംരക്ഷണം ഒരുക്കുകയാണ്. ലോമ ഫഅൽതഹു അൻ അംരി ദാലിക തഅവീലു മാ ലം തസ്തതി അലൈഹി സബ്റ. ഇത് ഞാൻ എന്റേതായ നിലയ്ക്ക് ചെയ്തതല്ല, പടച്ചോൻ എന്നെ പറഞ്ഞയച്ചതാണെന്നാണ്. അപ്പോ നമ്മുടെ ഒരു കാര്യം നടത്തണമെങ്കിൽ പടച്ചോൻ എന്തും ചെയ്യും. പടച്ചോൻ തീരുമാനിച്ചതാണെങ്കിൽ അത് നടത്താൻ എന്തും ചെയ്യും. ആ നാട്ടിലെ ഒരു മനുഷ്യരും അത് തിരിഞ്ഞു നോക്കാനും നിർവഹിക്കാനും ഇല്ല. ഒരിറ്റ് വെള്ളം ചോദിച്ചു വന്ന വഴി നടന്നെത്തിയ ഈ 2 പ്രവാചകന്മാർക്ക് വെള്ളം കൊടുക്കാൻ പോലും മനസ്സില്ലാത്തൊരു ജനതയിൽ 2 ആളെ പറഞ്ഞിട്ട് പടച്ചോൻ എന്ത് ചെയ്തു? അത് സംരക്ഷിച്ചു എന്നാണ്. അപ്പൊ നമുക്കതിലൊരു പാഠമുണ്ട്. എന്താണ് ആ ചരിത്രത്തിന്റെ പാഠം? പടച്ചോൻ നടത്താൻ തീരുമാനിച്ചാണെങ്കിൽ പടച്ചോൻ നടത്തിയിരിക്കും. നമ്മളതിൽ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയാനുള്ളത് റബ്ബിനോട് പറയാന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, 2ാമത്തെ ചരിത്രം, മഹദിയായ മറിയം അലൈഹിസ്സലാം. അവര് പെട്ടെന്നൊരു ദിവസം ഗർഭിണിയാകുന്നു. പ്രസവവേദന വന്നപ്പോ അവരൊരു ഈത്തപ്പന മരത്തിന്റെ താഴേക്ക് വന്നു. എന്നിട്ടോ യാലൈതനി മിത്തു ഖബ്ല ഹാദാ, ആ ഈത്തപ്പന മരത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നാട് മുഴുവൻ സത്വൃത്തയും നാട് മുഴുവൻ സ്വാലിഹത്തുമായി മനസ്സിലാക്കുന്ന ഫുൾ ടൈം പള്ളിയിലുള്ള അല്ലെ, പള്ളി ക്ലീനാക്കുന്ന, അതിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്ത്രീ, അവരെ ജനം മുഴുവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അവരാരുമായോ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് നാട് മുഴുവൻ കഥ പറയുമ്പോ സംരക്ഷണത്തിന് ആളില്ലാതെ, പ്രസവെടുക്കാൻ ആളില്ലാതെ ഒരു ഈത്തപ്പന മരത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഈത്തപ്പന മരത്തിന്റെ താഴെ ഇരുന്നവർ പറയാണ്, യാലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, വകുൻതു നസിയ്യൻ മൻസിയ, ഞാൻ ആരാലും ഓർമ്മിക്കപ്പെടാത്ത ഒരാളായിരുന്നെങ്കിൽ. നാട്ടുകാരൊക്കെ അറിയുന്നു എന്നുള്ളത് എനിക്ക് ഇന്ന് ഏറ്റവും വലിയ ദോഷാണ്. നാട്ടിൽ പേരും പ്രസിദ്ധിയും ഉണ്ട് എന്നത് എനിക്ക് ഇന്ന് ഏറ്റവും വലിയൊരു ദോഷാണ്, അല്ലെ? ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രക്രിയക്ക് മലക്കുകൾ സാക്ഷിയായി. ഒക്കെ അങ്ങോട്ട് ബോധ്യപ്പെട്ടു. അവർക്ക് മനസ്സ് ശാന്തമായപ്പോ അവര് ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകളോട് അവർ പറയാണ്, എന്താ ഈ കുട്ടിനോട് ചോദിക്കും, തൊട്ടിലിൽ കിടക്കണ ഈ കുട്ടിനോട് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ ലമ്മ അശാറത്ത് ലഹുമില ഈസയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു ചൂണ്ടിക്കാണിച്ചപ്പോ ഗളബു, അവര് ദേഷ്യപ്പെട്ടു. വഖാലു സുഖരിയതിഹ ബിന ഹീന തഅമുറുന അൻ നുകല്ലിമ ഹാദ സുബിയ അശദ്ദു അലൈന മിൻ സിനാഹ. എന്താ, ഇവിടെ വ്യഭിചരിച്ചിലേറെ വലിയ തോന്നിയാസാണ് ഈ കുട്ടിനെ ചൂണ്ടിയിട്ട് നമ്മളോട് ഈ കുട്ടിനോട് ചോദിച്ചോ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ആ കുട്ടി തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്.
ആതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. വജഅലനി നബിയ്യ, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേദത്തിന്റെ സന്ദേശവുമായി നിയോഗിക്കപ്പെട്ട തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്ന പ്രവാചകനാണ് ഞാൻ, അല്ലെ? അപ്പൊ അവരെന്താ ചെയ്തത്? എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. ഉള്ളിൽ വേദനയുണ്ടെങ്കിലും പ്രസവ വേദനയുടെ, മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവ വേദന സഹിച്ച് അവരിയ്ക്കാണ്. പ്രസവിച്ച പെണ്ണിന് ഞാൻ പറയുന്നത് എന്റെ മനസ്സിലുള്ള വലുപ്പത്തിലേറെ മനസ്സിലാകും. എങ്ങനെയായിരിക്കും? ആ ഈത്തപ്പനമരത്തിന്റെ ചോട്ടിൽ നാടാൽ ആക്ഷേപിക്കപ്പെട്ട്, നാട്ടുകാരാൽ വിമർശിക്കപ്പെട്ട്, വ്യഭിചാരിണി എന്ന് മുദ്ര കുത്തപ്പെട്ട് അവരിയ്ക്കുമ്പോഴും അവര് വേറൊരു ഔലിയപ്പാപ്പാനെടുത്തുക്കും പോയില്ല, അവര് വേറെ എവിടുക്കും പോയില്ല, അല്ലെ? അവരുടെ തന്നെ കുടുംബ പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാരിലേക്ക് പോയില്ല, ആരെടുത്തുക്കും പോയില്ല. അവർ അള്ളാഹുവോട് പറഞ്ഞു, പടച്ചോനോട് പറഞ്ഞു. എന്താ പടച്ചോൻ ചെയ്തത്? തൊട്ടിലിൽ നിന്ന് കുട്ടി അങ്ങോട്ട് സംസാരിച്ചു. തൊട്ടിലിൽ നിന്ന് കുട്ടി അങ്ങോട്ട് സംസാരിച്ചു. ഈ ചരിത്രത്തിൽ കാണാം നമുക്ക്. ഇതിന്റെ തഫ്സീർ വായിക്കുമ്പോ ശരിക്കിങ്ങനെ ഹൃദയം തുടിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വായിച്ച ഒരു ഭാഗമുണ്ട്. യൂസുഫുൻ നജ്ജാർ എന്ന പേരിൽ ആ പള്ളിയിൽ അവരെ പോലെ തന്നെ പൂർണ്ണമായ സമയം ചെലവിട്ടിരുന്ന മറ്റൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹത്തിന്റെ പെങ്ങളെ സ്ഥാനത്ത് നിൽക്കുന്ന, അദ്ദേഹം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ മറിയം അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ആളുകൾ ഇങ്ങനെ വർത്താനം പറയുന്നത് കേൾക്കും. പക്ഷെ അദ്ദേഹം ഒരിക്കലും അവരെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കണില്ല. അവർ വ്യഭിചരിക്കുന്നു വിശ്വസിക്കണില്ല. വ്യഭിചരിക്കാനുള്ള സാഹചര്യം ഒന്നും ആ പള്ളിയിൽ എവിടെ അദ്ദേഹം കണ്ടിട്ടുമില്ല. അപ്പോ അവസാനം നിർവാഹമില്ലാതെ അദ്ദേഹം അവരെടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് കാര്യം എന്ന്. അദ്ദേഹം എന്താ ചോദിച്ചറിയോ? ഹൽ യുംബിത്തു സർ ബിഗൈരി ബദർ, ഒരു വിത്തില്ലാതെ ഒരു ചെടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. വിത്തില്ലാതെ ചെടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അതിന് മറിയം ബീവി കൊടുത്ത ഉത്തരം തന്നെ നഅം ഉണ്ടാകും. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫഹൽ തുംബിത്തു ഷജറ മിൻ ഗൈരി ഗൈസിൻ യുസീബുഹ, മഴയും വെള്ളമൊന്നുമില്ലാതെ മരമുണ്ടാകുമോ? അതേന്ന് മറുപടി കൊടുത്തു. വീണ്ടും ചോദിച്ചു, ഫഹൽ യകൂനു വലദു മിൻ ഗൈരി ദക്കർ, ഒരാണിന്റെ സാന്നിധ്യം അല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുമോ? മറിയം ബീവി വീണ്ടും ധൈര്യത്തോടെ മറുപടി കൊടുത്തു, നഅം, അതേന്ന്. നോക്കൂ, നിങ്ങൾ എന്നിട്ട് തിരിച്ചു വെച്ചു, അലം തഅലം അന്നല്ലാഹ തബാറക വതആല അൻബത സർഅ യൗമ ഖലഖഹു മിൻ ഗൈരി ബദർ. അല്ലാഹു സുബ്ഹാനഹു വതആല ചെടികളെ മുളപ്പിച്ച അതിന്റെ ആദ്യ ദിവസം അവിടെ വിത്തൊന്നും ഉണ്ടായിട്ടില്ല. ആണ് ഉണ്ടായിക്കാണ് ചെടിയൊക്കെ. എല്ലാ ചെടിമാരൊക്കെ ഉണ്ടായിക്കാണ്, വിത്തിട്ട് അങ്ങനെ വന്നതല്ല. ഇനി തീർന്നില്ല. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം മരത്തെ സൃഷ്ടിച്ചെന്ന് അവിടെ മഴ പെയ്തിട്ടൊന്നുമില്ല, അല്ലെ? വഅന്നഹു ജഅല ബിതിൽക്കൽ ഖുദ്റ അൽ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ചോദിച്ചു, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല, ഇതിനൊക്കെ പടച്ചോന്റെ ഒരു മശീയത്ത് ഉണ്ടെങ്കിൽ, ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ മറിയം അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കരുതായിരുന്നു. കാരണം ആദം അലൈഹി സ്വലാമയും ഹവ്വയുണ്ടായത് ഒരാണും പെണ്ണും ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്ഷേപിക്കപ്പെടുന്ന ഒരു പെണ്ണിന്, അതും തന്നെ ഏറ്റവും വിശ്വസിക്കുന്നു വിചാരിച്ച ആള് പോലും സംശയിക്കുന്നു തോന്നുന്ന സമയത്ത് ആത്മാഭിമാനത്തോടെ ധൈര്യത്തോടെ മറുപടി പറയാൻ പറ്റിയ എന്തുകൊണ്ടാ? എന്റെ റബ്ബ് ഇതിനൊക്കെ വഴി കാണിക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആ വഴി കാണിച്ചതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മഹാനായ ഈസാ അലൈഹി ഇസ്ലാമയെ കുരിശിൽ തറക്കാൻ വേണ്ടി ആൾക്കാർ വരികയാണ്. കുരിശിൽ തറക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം നിസ്സഹായനാണ്. എന്താ പടച്ചോൻ ചെയ്തത്? ഇദ് ഖാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഖിറുക മിനല്ലദീന കഫറു വജാഇലുല്ലദീന തബഉക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. അവിശ്വാസത്തിന്റെയും കുരിശാരാധനയുടെയും ജനസമൂഹത്തിന്റെ മുകളിൽ നിന്നെ നമ്മളാക്കും. ഞാൻ നിന്നെ ആകാശത്തേക്ക് കൊണ്ടുപോവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തേക്കാണ് കൊണ്ടുപോയി. മഹാനായ ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. പൂർണ്ണമായും അദ്ദേഹത്തെ ഏറ്റെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി. ഇനി അദ്ദേഹത്തെ ദമസ്കസിലെ വെള്ളക്കൊട്ടാരത്തിന്റെ അരികിൽ അദ്ദേഹം വന്നിറങ്ങുമെന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഈസാ അലൈഹി ഇസ്ലാം വീണ്ടും തിരിച്ചു വരുന്നു വിശ്വസിക്കുന്നു, അല്ലെ? ഹദീസുകളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് വിഷയങ്ങളെ വിശകലനം ചെയ്ത അഹ്ലുസുന്നയുടെ ഒരു ആലിമും ഇതിനെ നിഷേധിച്ചിട്ടില്ല. 100% അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ നിന്നൊക്കെ വിശ്വാസികളുടെ പാഠം, എന്തിനാ അങ്ങനെ ചരിത്രം ഉണ്ടാക്കി? പടച്ചോൻ ഒരു കാര്യം നടപ്പിലാക്കണം എന്ന് വിചാരിച്ചാൽ പടച്ചോനാണ് നടപ്പിലാക്കും. പടച്ച റബ്ബാണ് നടപ്പിലാക്കും. അതിനവിടെ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വിഷയമല്ല. അതാ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള സഹായം പടച്ചോനാ കൊണ്ടുവരാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥതാണ്.
അഭൗതികമായ കാര്യം പടച്ചോനാണ്. അഭൗതികമായത് പടച്ചോനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെ അഭൗതികം എന്ന് പറയാം. നമ്മളങ്ങനെ മലയാള വാചകത്തിന്റെ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമല്ല. റബ്ബിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം, റബ്ബല്ലാതെ ഒരു പടപ്പിനും അത് ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ പടച്ചോനോടെ ചോദിക്കുക. അത് പടച്ചോനല്ലാത്തവരോട് ചോദിക്കണ്ട. അത് അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ച തീർന്നു. നമ്മളിങ്ങനെ പോവുകയാണ്, നാഗൂർ അജ്മീർ ജാറത്തിന്റെ മുന്നിൽ കൂടെയാണ് പോണേ. മൂപ്പർക്ക് എന്തോ കാര്യമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മതി, ഖലാസ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത് വളരെ ശക്തമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അയ്യൂബ് അലൈഹി ഇസ്ലാമയുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ടല്ലോ. 10-11 ആളൊക്കെ മരിച്ച അനുഭവമൊന്നും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ നമുക്ക് ഉണ്ടായില്ല. അപ്പൊ 10-11 ആളൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് പോയത്, ഒരു കുടുംബത്തിൽ എത്ര കുടുംബ, 30-40 ആള് പോയ അനുഭവമാണ്. ഈ ചരിത്രം പറയുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, അയ്യൂബ് അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 11 മക്കള് മരണപ്പെട്ടു. നമ്മളെ നാട്ടിൽ 11 മക്കൾ മരിച്ച ആരെങ്കിലും ഉണ്ടോന്ന് കഴിഞ്ഞ 20-22 കൊല്ലമായി ഈ ചരിത്രം പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ നോക്ക്, 10, 20, 30 ആളുകളൊക്കെ മരിച്ച ചരിത്രം നമ്മളെ മുന്നിലുണ്ട്. അങ്ങനത്തെ മരണങ്ങൾക്ക് സാക്ഷിയാകുന്ന ജനതക്കുള്ള പാഠായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. എന്താ, അയ്യൂബ് അലൈഹി ഇസ്ലാമയുടെ 11 മക്കൾ മരണപ്പെട്ടു. ഒരു മകൻ അസുഖാകും, ചികിത്സിക്കും, മരിക്കും. ആ മയ്യത്ത് മറമാടി വരുമ്പോഴേക്ക് അടുത്ത മോൻ അതേ അസുഖം തുടങ്ങും. അങ്ങനെ 11 മക്കൾ ഒരു വാപ്പ സ്വന്തം കൈകൊണ്ട് ഖബർക്ക് വെച്ചു. അദ്ദേഹത്തിന് പതറിയില്ല. കന്നിമൂലന്റെ പ്രശ്നമായിരിക്കുമെന്ന് ചിന്തിച്ചില്ല. ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് ചിന്തിച്ചില്ല, അല്ലെ? ആരെങ്കിലും ചെയ്തതാന്ന് തോന്നി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഹർ ഹക്കാണ്, അതുകൊണ്ടാണ് അത് സബൂൽ മുബിഖാത്തിൽ ഉൾപ്പെടുത്തിയത്. ഷിർക്കിന്റെ കൂടെ സിഹറിനെ എണ്ണിയത്. അത് ഫലിക്കും എന്നത് അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും ഒരേപോലെ പറഞ്ഞതാ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ച് ഏതെങ്കിലും മക്കാമുക്ക് പോകെ അല്ലെങ്കിൽ ഔലിയപ്പാപ്പാന്റെ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോകുകയൊന്നല്ല. നമ്മളെ മുന്നിൽ അതിന് കൃത്യമായ പരിഹാരമുണ്ട്. എന്താ പരിഹാരം? സൂറത്തുൽ ബഖറ ശരിയായ പരിഹാരമാണ്, അല്ലെ? ഇങ്ങനെ ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ എടുത്ത് കുഴിച്ചിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് അങ്ങനെയാണ്. അത് വിശ്വസിക്കുന്നത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന് എന്തെങ്കിലും പറ്റി നല്ല വരിക. പ്രവാചക തിരുമേനിക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടായി. പ്രവാചകൻ ഉണ്ടായത് എന്താ? അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് തോന്നും, അല്ലാതെ കിലിങ്ങിന്നല്ല. ഹദീസിൽ അത്രേ ഉള്ളൂ. പ്രവാചകനാകെ ഭ്രാന്തായി എന്നല്ല, മാനസികമായിട്ട് എന്താ, അദ്ദേഹം ഒരു കാര്യം ചെയ്തു പക്ഷെ അത് ചെയ്തില്ല എന്ന് തോന്നും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്? ലോകത്ത് ഇത്തരമൊരു അനുഭവം മനുഷ്യർക്ക് വരുമ്പോ മനുഷ്യർ പാഠമാക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് മുഅവ്വിദത്തൈനി ഇറങ്ങിയത്. ഖുൽ ഹു അല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഓതാണ് പ്രവാചകൻ ചെയ്തത്. അത് വിശ്വാസികളെ പഠിപ്പിക്കാനാണ് അങ്ങനത്തെ ഒരു അനുഭവം കൊടുത്തതെന്ന് പറയാൻ ചരിത്രത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. മാത്രല്ല, പ്രവാചക തിരുമേനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഖുറാനിൽ ഒരു വൈരുദ്ധ്യമല്ല. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ആശയത്തെ അറ്റാക്ക് ചെയ്യാൻ ആർക്കും പറ്റണില്ല. ഇങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അത് ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്കി, അദ്ദേഹം ചെയ്തത് എന്താ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അവസാനം അദ്ദേഹത്തെയും ബാധിച്ചു. സമ്പത്ത് മുഴുവൻ പോയി, സ്വത്തൊക്കെ പോയി, മക്കള് പോയി, ഒക്കെ പോയി. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു റബ്ബി അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, എന്നെയും ദുരിതം ബാധിച്ചിരിക്കുന്നു. വേറെ ആയത്തിലുള്ളത് മസ്സനിയ ശൈത്താൻ, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ബാധ, പൈശാചികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമ്പോ വേഗം മുട്ടിയിൽ എഴുതിങ്ങാണ്ട് കുഴിച്ചിടലും അതുപോലെ തന്നെ തകിടത്തിൽ എഴുതലൊന്നും അല്ല ഇതിന്റെ പരിഹാരം. അടുപ്പിൽ കുഴിച്ചിടലും പിന്നെ കരിങ്കണ്ണ നോക്കുന്ന എഴുതിക്കലൊന്നല്ല. അദ്കാറുകളാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സുരക്ഷ. അദ്കാറുകളാണ് ഏറ്റവും വലിയ സുരക്ഷ. ആ അദ്കാറുകളുടെ സുരക്ഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അയാൾ സുരക്ഷിതനായിരിക്കും. അയാൾക്ക് അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് സ്വബറാക്കുകയും പടച്ചവനോട് പരിഹാരത്തിന് തേടുകയുമാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്ടത്? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു മാറ്റിക്കൊടുത്തു. എത്രത്തോളം? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റസൂലിന്റെ വചനങ്ങളൊക്കെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ചാടുകയാണ്. അദ്ദേഹത്തിന്റെ സഹായിയായ ഭാര്യ അടക്കം പ്രയാസപ്പെടുകയാണ്. ഭാര്യ അടക്കം വലിയ പ്രയാസക്ക് പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അള്ളാഹുവോട് തേടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അദ്ദേഹത്തിന് എല്ലാം അള്ളാഹു പരിഹരിച്ചു കൊടുത്തു, പഴയതുപോലത്തെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്നാണ്. ഈ വയനാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ഒരു 3-4 തവണ അവിടെ പോകേണ്ട സംഘടനാപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. പോയ സമയത്ത് ചാനലുകളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച, അവിടുത്തെ 100% എടുക്കപ്പെട്ടു പോയ ഒരു പ്രദേശത്തെ വാർഡ് മെമ്പറോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹം പറഞ്ഞു, എന്താ അറിയോ, പോകാനുള്ളതൊക്കെ പോകും, അത് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിന്റെ ഇരയാണ്. ഞങ്ങളെ വീടൊക്കെ അവിടുന്ന് പോയി ഒക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് പോയതാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഇപ്പൊ അവിടുത്തെ മനുഷ്യന്മാര് സന്തുഷ്ടരാണ്. അൽഹംദുലില്ലാഹ്. അത് ബാധിച്ചപ്പോ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരിപ്പോ പടച്ചോനെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് അവർക്ക് വീട് കിട്ടിയ ആളുകളൊക്കെ എന്താണ്, അവര് ഒരു ടാർപോളിൻ ഷീറ്റിന്റെ താഴെ ഇങ്ങനെ 1.5 സെന്റിൽ ജീവിച്ച ആളുകൾക്ക് സ്വസ്ഥായ വീട് കിട്ടിയിട്ടുണ്ട്. പലരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്ക് ഉണ്ടാകും. അതൊക്കെ കാലം കൊണ്ട് അവർ അതിജീവിക്കും, അല്ലെ? ഏതും അങ്ങനെയാണ്. എന്തിലും ഒരു ഹൈറ് പടച്ചറബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹൈറിനെ വിശ്വാസി കണ്ടെത്തുകയാണ് വേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖാലബൽ സവ്വലത്തുലക്കും അൻഫുസുക്കും ഖൈറ ഫസ്ബറുൻ ജമീൽ. നിങ്ങൾ എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷമിക്കും. ഫസ്ബറുൻ ജമീൽ, മക്കളോട് പറഞ്ഞു ഞാൻ ക്ഷമിക്കും. നിങ്ങൾ പറയണേ എനിക്ക് മനസ്സിലാണില്ല. അവര് എന്താ പറയാ, വസ്ത്രത്തിൽ എന്ത് ചെയ്തു, ചോരയാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അവനെ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ആടിനെ അറുത്തിട്ട് ആടിന്റെ ചോരയാക്കിയിട്ട് കാണിച്ചു കൊടുത്തു. ഇത് ആടിന്റെ ചോരയാണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. എല്ലാ ഇൽമുൽ ഗൈബും അറിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഷേഖ് കാണുന്ന വിശ്വസിക്കുന്ന മാലപ്പാട്ടുകൾ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ അലമാരയിലുണ്ടെങ്കിൽ ആ മാലനോടുള്ള വിരോധമല്ല, ആ മാല ഉയർത്തുന്ന വിശ്വാസത്തോടുള്ള വിയോജിപ്പുകൊണ്ട് നമ്മൾ പറയുന്നത്. എന്താ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മൊഹീദ്ദീൻ ഷേഖ് ഒക്കെ കാണുന്നതാണ്. എന്നാൽ മൊഹീദ്ദീൻ ഷേഖിന്റെ കണ്ണിൽ റിഫായി ഷേഖ് ഒളിച്ചപ്പോ അത് കണ്ടില്ല. ഇതെന്താന്ന് വെച്ചാൽ ത്വരീഖത്തുകൾ തമ്മിലുള്ള അടിയാണ്. ത്വരീഖത്തുകൾ തമ്മിലുള്ള അടിയാണ്. റിഫായി ഷേഖിന്റെ മാല പാടുന്നെടുത്ത് എന്താ, മൊഹീദ്ദീൻ ഷേഖിന്റെ കണ്ണിൽ കയറിയിട്ട് റിഫായി ഷേഖ് ഒളിച്ചു. അപ്പൊ എന്ത് ചെയ്തില്ല, മൊഹീദ്ദീൻ ഷേഖ് കണ്ടില്ല, കുപ്പിയകത്തുള്ള ആളെ കാണുന്നല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് സുഹൃത്തുക്കളെ, ഒരു കാലഘട്ടത്തിലെ ഒരു തരം ത്വരീഖത്തിന്റെ ജ്വരത്തിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാമക്ക് മനസ്സിലായില്ല സ്വന്തം കുഞ്ഞ് എവിടെയാണ്. അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഇന്നമാഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ എല്ലാ നോവും നൊമ്പരവും വേദനയും സങ്കടമൊക്കെ പടച്ചോന്റെ അടുത്ത് വെക്കണേ. നമ്മുടെ പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടും റബ്ബിലേക്ക് വെക്കുന്ന ഒരു ജനതയായി നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം സുഹൃത്തുക്കളെ നമ്മൾ സുരക്ഷിതരായിരിക്കും. അള്ളാഹു അതിന് വഴി കാണിച്ചു തരുന്നില്ല, യാതൊരു സംശയമല്ല. നിങ്ങൾ നോക്ക്, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലോ, യൂനുസ് നബി അലൈഹി ഇസ്ലാം ചരിത്രത്തില് 40 നാൾ അദ്ദേഹം ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നാണ്. എന്തിന്റെ ഉള്ളില്? ഈ തിമിംഗലത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നാണ്. അവിടെ മലക്കുകൾ നടത്തുന്ന ഒരു സംഭാഷണം ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെ? സുബ്ഹാനക റബ്ബി ഇന്നി കുൻതു മിനൽ ളാലിമീൻ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ജനത എന്നെ ആട്ടിയോടിച്ചു, അവരെന്നെ ഉപദ്രവിച്ചു. അപ്പൊ അവരോട് പിണങ്ങിയിട്ട് അദ്ദേഹം കടപ്പുറത്ത് പോയിരുന്നതാണ്. ആളുകൾക്ക് ഈ തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ആളുകൾ അങ്ങനെ നല്ലൽക്കൊന്നും നിൽക്കൂല, ആളുകൾ പ്രതികരിക്കും. അപ്പൊ നമ്മളെ നാട്ടിൽ നമുക്ക് അനുഭവം ഉണ്ടല്ലോ, അല്ലെ? നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ വിഷയത്തോട് ചേർത്തു എന്ന് പറയണയാണ്. എന്താ, എല്ലാവരുടെയും വന്ന് ആകെ ബഹളം ഉണ്ടാക്കി, ആകെ കല്ലേറ് നടത്തി, പിന്നെ സ്റ്റേജ് പൊളിച്ചിട്ടു, ജനറേറ്റർ ഓഫാക്കി. അന്നത്തെ രാവിന്റെ ആ തീഷ്ണമായ ബോധത്തിൽ നിന്ന്, ആ തീഷ്ണമായ ഓർമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പോഴും വ്യക്തിപരമായി നമ്മളൊന്നും മുക്തരല്ല. അന്ന് നമ്മൾ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, പടച്ചോനെ ഞങ്ങളെ നാട്ടിലൊരു നല്ല മനുഷ്യനെ കൊണ്ട്, ഞങ്ങളെ നാട്ടിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളെ കൊണ്ട്, ഞങ്ങളെ നാട്ടിലെ ഒരു പ്രമാണിയെ കൊണ്ട് ഞങ്ങളെ ദീനിനെ ശക്തിപ്പെടുത്തി തരണേന്നാണ്. അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പള്ളിക്കുള്ള സ്ഥലം കിട്ടിയത്. 12 ലക്ഷം ഉറുപ്പിയും ഇത് ഉണ്ടാക്കാൻ 10-50 ലക്ഷം ഉറുപ്പിക ചെലവുണ്ട്, അല്ലെ? ഇത് ഒരുപാട് മനുഷ്യന്മാർ ചേർന്നുണ്ടാക്കിയതാണ്, ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. ഇതിലേക്ക് സ്ഥലം തന്നതും വലിയൊരു ഓഹരി തന്നതും ഒക്കെ ഒരു വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. അപ്പൊ ഞാൻ പറയണത്, അത് ഏത് നാട്ടിലും ഉണ്ടാകും. അതേപോലെ യൂനുസ് നബി അലൈഹി ഇസ്ലാമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോഴോ എന്താ സംഭവിച്ചത്? അദ്ദേഹം കടപ്പുറത്ത് പോയിരിക്കുക. കപ്പൽ കണ്ടപ്പോ വിചാരിച്ചേ, ഇവരെടുത്ത് വർത്താനം പറഞ്ഞ ശരിയാവൂല, പോവുക. കപ്പൽ കയറി പോയപ്പോ അദ്ദേഹത്തിന് അതിലേക്ക് ചാടേണ്ടി വന്നു. തിമിംഗലം വിഴുങ്ങി 40 നാൾ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം അവിടെ കിടന്നിങ്ങനെ പ്രാർത്ഥിക്കാണ്, പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ മലക്കുകളും അള്ളയും തമ്മിലുള്ള ഒരു സംസാരം നമുക്ക് ഹദീസിൽ കാണാം. സൗത്തുൻ ലഈഫൻ മഅറൂഫുൻ മിൻ ബിലാദിൻ ഗരീബ. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു ദുർബലനായ പരിചയമുള്ള ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പടച്ചോനെ എന്ന് മലക്കുകൾ പറയാണ്. അമാ തഅരിഫുന ദാലിക്, പടച്ചോനെ ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ മലക്കൾക്ക് വരെ ഇതൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഒന്നും മലക്കൾക്ക് വരെ കിട്ടൂല എന്നാ ഈ ഹദീസ് എന്ന് പടച്ചോൻ പറഞ്ഞെടുത്തു. എന്താ? യാ റബ്ബി വമൻ ഹുവ, അതാരാണ് എന്ന് ചോദിച്ചപ്പോ അബ്ദി യൂനുസ്, എന്റെ അടിമ യൂനുസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അബ്ദുക യൂനുസ്, നിന്റെ അടിമ യൂനുസോ?
അല്ലദീ ലം യസൽ ഇർഫഅ ലഹു അമലുൻ മുതഖബ്ബലുൻ വദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയും നിരന്തരമായ ഇസ്തിഗ്ഫാറും തേട്ടൊക്കെ ഉള്ള സ്ഥിരം അള്ളാഹുവേ നിന്നെ ആരാധിക്കുന്ന ഒരാളല്ലേ എന്ന് ചോദിച്ചപ്പോ റബ്ബ് പറഞ്ഞു അതെ. എന്നാല് അവലാ തർഹം മാ കാന യസ്നഉഹു ഫിർറഖാ ഫതുൻജീഹി മിനൽ ബലാ, സന്തോഷവും സംതൃപ്തിയുമുള്ള കാലത്തൊക്കെ നിന്നോട് പ്രാർത്ഥിച്ച ഒരാൾക്ക് അയാൾ പ്രയാസം വരുമ്പോ നീ സഹായിക്കണ്ടെന്ന് ചോദിച്ചപ്പോ ഫഅമറൽ ഹൂത ഫതറഹു ഫിൽ ആറ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിമീങ്കലത്തോട് പറഞ്ഞു കൊണ്ടേട്ട് തീരത്ത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് ഒഴിവാക്കിയതെന്നാണ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് തീരുന്നുണ്ട്. അദ്ദേഹം ഈ പ്രയാസമൊക്കെ വന്നപ്പോൾ റബ്ബിനോട് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തോന്നുന്നത് പ്രവാചകനായിട്ടല്ലേ? പ്രവാചകന്മാരൊക്കെ ചോദിച്ചാൽ കിട്ടും, നമ്മൾ ചോദിച്ചിട്ട് കിട്ടായിട്ടാണ്. എന്നാ നിങ്ങൾ നോക്കി, ഈ ആയത്ത് പഠിച്ചവനെ അവസാനിപ്പിക്കണം എങ്ങനെയാണ്? ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് വിശ്വാസികളൊക്കെ നമ്മൾ സഹായിക്കുക. അങ്ങനെയാണ് വിശ്വാസികളൊക്കെ നമ്മൾ സഹായിക്കുക. വിശ്വാസികളാണോ പടച്ചവനോടാ ചോദിക്കേണ്ടത്? മാത്രല്ല അയ്യൂബ് നബിയുടെ ചരിത്രം പറയുന്നിടത്തത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വദിക്റാലിൽ ആബിദീൻ, ആരാധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇതിൽ വലിയ വലിയ പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ചില ദിക്റുകൾ തന്നെയുണ്ട്, സുരക്ഷിതത്വം നൽകുന്ന ചില ദിക്റുകൾ തന്നെ ഉണ്ട്. വിശദാംശം നമുക്ക് അടുത്ത ഖുതുബിൽ പറയാം. ഒറ്റ ദിക്റ് ഞാൻ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യദഉ ഇൻദൽ കർബി, പ്രയാസപ്പെടുമ്പോഴൊക്കെ, എന്ത് പ്രയാസം വന്നാലും, നമ്മുടെ ഒരു വില്ലേജ് ഓഫീസിൽ പോവുകയാണ്, നീണ്ട ക്യൂ ആണ്, നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണ്, ടോക്കൻ 84 നമുക്കാണെങ്കിൽ ഭയങ്കര വേദനയാണ്, നമ്മൾ പോണ വഴിക്ക് നമ്മൾ വണ്ടി പഞ്ചറാകുകയാണ്, അതല്ലെങ്കിൽ ഒരു കുട്ടി വീണ് കൈയൊടിയാണ്, അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നോക്കുമ്പോ 1000 റുപ്യക്ക് എണ്ണ അടിക്കാൻ പറഞ്ഞു, പിന്നെ നോക്കുമ്പോഴാണ് സംഗതി അക്കൗണ്ട് പൈസ ഇല്ലാന്ന് മനസ്സിലാവും. ഒക്കെ പ്രയാസമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാണ്. എന്ത് പ്രയാസാകട്ടെ, ആ പ്രയാസത്തിലൊക്കെ റസൂലുള്ളാഹി നടത്തിയ ദുആ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർള് വറബ്ബുൽ അർശിൽ അദീം. വളരെ ലളിതമായ ദുആയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ഉന്നതനും മഹാനും മായ റബ്ബേ, നീ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ റബ്ബ് നീയാണ്, നീ മാത്ര ആരാധനക്കർഹൻ. റബ്ബുൽ അർശിൽ അദീം, ഉന്നതമായ അർശിന്റെ ഉടമസ്ഥൻ നീയാണ്. ഈ ദുആ പ്രവാചകൻ ചൊല്ലിയിരുന്നു. എന്നിട്ട് ഹസനുൽ ബസ്രി തന്റെ അനുഭവം പറയാ. അത്തയ്തുൽ ഹജ്ജാജ, ഹജ്ജാജിന്റെ അടുത്ത് ഞാൻ ചെന്നു. എന്താ ഹജ്ജാജിന്റെ പ്രത്യേകത? ഹജ്ജാജ് അധികാരം ഏറ്റെടുത്തപ്പോ ആദ്യം എന്താ പറഞ്ഞറിയോ? ഇന്നി ലഅറാ റഊസൻ ഖദ ഐനഅത്, പറിച്ചെടുക്കാനായ മൂത്തു നിൽക്കുന്ന കുറെ തലകൾ ഞാൻ കാണുന്നുണ്ട്, ഞാനത് മുറിച്ചെടുക്കുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞു വന്ന ആളാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് ഉലമാക്കളെ കൊന്നുകളഞ്ഞു അയാള്. അവസാനം ഒരു മഹാപണ്ഡിതന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി അയാൾ ഭ്രാന്തനായി 40 നാൾ ഓടി അലഞ്ഞങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തട്ടിയും മുട്ടിയും ഇടിച്ചും നിന്ദ്യമായി മരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ഈ ഹജ്ജാജിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഞാൻ ഈ ദുആ ചൊല്ലി. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ, ഒന്ന് ചൊല്ലി നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർള് വറബ്ബുൽ അർശിൽ അദീം എന്ന ദുആ ചൊല്ലിയപ്പോ അദ്ദേഹം പറയാ, ലഖദ് ജിഅ്തനി വഅന ഉരീദു ഖത്ലക്, നിന്നെ കണ്ടപ്പോ ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചതാ, പക്ഷേ ഫഅൻതൽ യൗമ അഹബ്ബു ഇലയ്യ മിൻ കദ കദ, എന്തോ ഒരു കാരണം കൊണ്ട് നീ എനിക്കിന്ന് വളരെ പ്രിയപ്പെട്ട ഒരാളാ, എന്തോ ഒരു കാരണം കൊണ്ട് നീ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാ. വകദാലിക ഫസൽ ഹാജതക്, അതുകൊണ്ട് നീ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണെങ്കിൽ ആവശ്യം ചോദിച്ചോ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാ. ഹസനുൽ ബസ്രിനെ എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഈ പറയുന്ന ഹജ്ജാജിന്റെ നിലപാടിന് എതിരെ നിൽക്കുന്ന ആളാ. പക്ഷേ ഭരണാധികാരി എന്നുള്ള ആൾക്ക് തന്റെ ഒരു ആവശ്യം നേടിക്കിട്ടാൻ വേണ്ടി പോയപ്പോ ഇങ്ങനത്തെ അത്ഭുതകരമായ പ്രാർത്ഥനകളുടെ സുഹൃത്തുക്കളെ വേറെയും ദിക്റുകൾ നമുക്ക് കാണാം. അടുത്ത ഖുത്ബയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രളയത്തെയും പേടിക്കുന്നില്ല, ഒരു ഫാഷിസത്തെയും പേടിക്കുന്നില്ല, ഒരു മഹാമാരിയെയും പേടിക്കുന്നില്ല. നമ്മൾ നിർവഹിക്കാനുള്ള ദൗത്യങ്ങളൊക്കെ നിർവഹിച്ച്, അല്ലെ, ഒക്കെ പടച്ചോൻ ഏൽപ്പിച്ച് വെറുതെ ഇരിക്കല്ല, നമ്മൾ ചെയ്യാനുള്ള ദൗത്യങ്ങളൊക്കെ ചെയ്ത് ശരിക്ക് ആബിദീങ്ങളായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ശരിയായ വിധം മുന്നോട്ട് പോയാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ അലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ സ്വദഖ ഖളാഇനെ തടയും എന്നാണ്. സ്വദഖ ഖളാഇനെ തടയും. നമ്മൾ ദാനധർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള പല വിധികളെയും, രോഗങ്ങളായി, അപകടങ്ങളായി,
വരാനുള്ള പലതിനെയും തടയും എന്നാണ്. അതുകൊണ്ട് സ്വതക്കയുടെ എല്ലാ നല്ല അവസരങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അൽഹംദുലില്ലാ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള കളക്ഷൻ നടത്തി. വലിയ തുക നമുക്ക് മൊത്തം സംസ്ഥാനത്ത് വലിയ തുക ശേഖരിക്കാൻ കഴിഞ്ഞു. ആ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു പോർട്ടലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ഒരു തരം വ്യക്തികളെ സഹായിക്കാനുള്ള ഒരു കളക്ഷൻ സംസ്ഥാന വ്യാപകമായി നമ്മുടെ പള്ളികളിൽ എടുക്കുന്നുണ്ട്. മദ്രസ അധ്യാപകർ, മദ്രസകളിൽ ജോലി ചെയ്യുന്ന, തുച്ഛം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വലിയ ജീവിത പ്രാരാബ്ധതയുള്ള മനുഷ്യരുണ്ട്. അവരുടെ വീട് നിർമ്മാണം, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ഫണ്ട് ശേഖരണം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു 500 രൂപ അതിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു നയമാണ് കണ്ടിട്ടുള്ളത്. അതിൽ അധികം കഴിയുന്നവർക്ക് അത്ര കൊടുക്കുക. ഒരാൾ ഇനി 500 കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ 500 കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ എല്ലാവരും അർഹതപ്പെട്ട ഒരു ഓഹരി കൊടുത്താൽ ഏറ്റവും അർഹരായ വ്യക്തികൾക്ക് അവരുടെ മരുന്നിന്റെ കാര്യത്തിൽ, അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അവരുടെ ചോർന്നൊലിക്കാത്തൊരു വീട് എന്ന സ്വപ്നത്തിന്റെ കാര്യത്തിൽ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ള വളരെ ചിട്ടയായ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെടുന്നത്. ഒരുപാട് വിധവകളും അവിവാഹിതരായ സ്ത്രീകളും അതുപോലെ തന്നെ ശാരീരിക വൈഷമ്യതകളുള്ള ആളുകളൊക്കെ വ്യത്യസ്ത മദ്രസകളിൽ നൂറുകണക്കിന് അധ്യാപകരായി ഉണ്ട് എന്നത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ സഹായം ചിലപ്പോൾ വിധവക്കുള്ളതായിരിക്കും, അനാഥർക്കുള്ളതായിരിക്കും, അങ്ങനെ ഒരുപാട് പുണ്യങ്ങളുടെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ ആത്മാർത്ഥമായി എല്ലാവരും ആ വിഷയത്തിൽ ഇടപെടണം എന്ന് പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർപ്പിക്കുകയാണ്. കൂടുതൽ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, ചിന്തയോടെ മുന്നോട്ട് പോവുക. ഇന്ന് ജനകീയ തെരച്ചിൽ നടക്കണം വയനാട്. പരമാവധി മയ്യിത്തുകൾ കിട്ടാനും അത് ശരിയാം വിധത്തിൽ എല്ലാവിധ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളോടും കൂടെ വിശ്വാസികളുടേത് അങ്ങനെയും അല്ലാത്തവരുടേത് അവരുടേതായ നിലക്കും നിർവഹിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകണം. ആ ഒരു പ്രാർത്ഥന നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ മുഖ്ലിസീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ ശക്തമായി നിലകൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.